പറഞ്ഞെ. ഈ നാരങ്ങാനം പഞ്ചായത്തില് കോൺഗ്രസിനെ പിന്തുണച്ച് CPM BJPക്ക് ഭരണം നഷ്ടമായിട്ടുണ്ട്. ഇന്ത്യ സഖ്യം കേരളത്തിൽ. ഇത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആദ്യ ദിവസം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. CPM-ഉം കോൺഗ്രസും ഇടതുപക്ഷവും UDF-ഉം കേരളത്തിൽ രണ്ടല്ല ഒന്നാണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞങ്ങൾ ആദ്യം മുതൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് വരികയാണ്. കേരളത്തിന്റെ ബോർഡർ വിട്ട് കഴിഞ്ഞാൽ ഇവരെ ഒരുമിച്ചാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് രണ്ടു കൂട്ടരും. പക്ഷെ കേരളത്തിനുള്ളിലേക്ക് വരുമ്പോൾ അവരൊരു നാടകമായിട്ട് ഇറങ്ങും, ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളൊരു നാടകമായിട്ട്. ഇപ്പൊ നാരങ്ങാനത്ത് ഈ CPM കോൺഗ്രസും കൂടെ കൈകോർത്തുകൊണ്ട് BJPയുടെ ഭരണത്തെ അട്ടിമറിച്ചത് കൊണ്ട് വളരെ കൃത്യമായിട്ട് ആ നാടകം തിരശീല നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ആളുകൾക്ക് കൃത്യമായി അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, നെറികേടിന്റെ രാഷ്ട്രീയം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം, ഉദാഹരണത്തിന് BJPക്കും പല ഇടങ്ങളിലും നിർണായകമായിട്ടുള്ള ശക്തിയുണ്ട്. BJP സ്വന്തം രാഷ്ട്രീയ മാന്യത കൊണ്ടല്ലേ BJP ഇതേപോലുള്ള ഒരു രാഷ്ട്രീയത്തിന് ഇറങ്ങാത്തത്? BJP വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എത്ര സ്ഥലങ്ങളിൽ ഇവർക്ക് രണ്ടുപേർക്കും അധികാരം നഷ്ടപ്പെടാം. BJP ഇറങ്ങിയിട്ടുണ്ടോ? BJPയുടെ രാഷ്ട്രീയ മാന്യതയാണ്. ഇപ്പൊ BJP രാഷ്ട്രീയ മാന്യത കാണിക്കുകയും രാഷ്ട്രീയത്തിലൊരു നെറികേട് ഉള്ളത് കൊണ്ടും BJP ചെയ്യാത്തതിന് അവർ അനുകരിക്കണം. പക്ഷെ ഇവർ രണ്ടുപേർക്കും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിവിടെ മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ അടുത്തിടയ്ക്ക് അവർ ശ്രമിച്ചതാണ്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ അവർ പല പഞ്ചായത്തുകളിലും ഇത് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് അവരുടെ രണ്ട് മുന്നണികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് BJPക്ക് ബോധ്യമുള്ളത്. ഇവർ ഇനി വരാൻ പോകുന്ന നാളുകളിൽ BJPയെ എങ്ങനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പൊ തന്നെ ഈ പ്രളയത്തിന് ഇത്രയും വലിയ വിഷയം വന്നു. ഇത്രയും വലിയ വിഷയം നടന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ക്യാമ്പിലാണ് നിൽക്കുന്നത്. ഇവരുടെ UDF സർക്കാരിന്റെ സംവിധാനങ്ങൾ പാളി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ തന്നെ ആളുകൾ ക്യാമ്പിൽ നിന്ന് മടങ്ങി വീടുകളിലേക്ക് പോവുകയാണ്. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള യാതൊരു സംവിധാനങ്ങളും രംഗത്തില്ല. അവരുടെ വീടുകൾ ക്ലീൻ ചെയ്യണം, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കണം, കുടിവെള്ളം എത്തിക്കണം, കിണറുകൾ മൂടിക്കിടക്കുകയാണ്. ഇവർ തമ്മിൽ അതിനുള്ള അറേഞ്ച്മെന്റ് ഈ ഭാഗത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് CPM എന്തെങ്കിലും ഇടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലൊരു ധാരണയായിട്ടുണ്ട്. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് എന്നുള്ള BJPയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് വീണ്ടും വീണ്ടും സത്യമായി വരികയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഈ ആസിഫലിന്റെ ബന്ധപ്പെട്ട് അവിടെ കൗൺസിലായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ആള് അന്ന് BJP പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിലേറെ പ്രതിപക്ഷത്തുള്ള അവിടെയുള്ള CPM കോൺഗ്രസും അതിനെതിരെ പറഞ്ഞതാണ് അവിടെ ഒരു ധാരണ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. ധാരണ എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞ എന്താണ്, ഞാൻ ഇപ്പോഴും പറഞ്ഞ എന്താണ്, എവിടെയെല്ലാം BJP അധികാരത്തിലുണ്ടോ അവിടെ എന്താ പറയുന്നത്, CPM ഇപ്പം ഇപ്പൊ CPM ആണ് ഏറ്റവും വലിയ കക്ഷി എന്ന് വെച്ചോളൂ, കോൺഗ്രസ് കൈകോർക്കാൻ തയ്യാറാവും. അതല്ല, കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി എന്ന് വെച്ചോളൂ, CPM കൈകോർക്കാൻ തയ്യാറാവും. അതിനകത്ത് ഇൻഡിപെൻഡന്റ് എന്നുള്ളത് ഒരു വസ്തുതയല്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആരാണോ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ വരാൻ പോകുന്നത് അവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള മറ്റു മുന്നണി സഹായിക്കാൻ തയ്യാറാകുമെന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്. ഇത് ചിലപ്പോൾ അവർ സാമ്പിൾ അടിച്ച് നോക്കിയായിരിക്കാം ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലത്ത് ഇത് പരീക്ഷിച്ചില്ലാതെ എന്താണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും കൈകോർത്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും അവരത് ശ്രമിക്കുന്നുണ്ട്. ഇനി വരുന്ന നാളുകൾ അവർ ശ്രമിക്കും, യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പാർട്ടി വിലയിരുത്തൽ നടത്തും. ഇനി മുമ്പോട്ടുള്ള നടപടിയെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ എടുക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വളരെ കൃത്യമായ ചോദ്യം ഇതാണ്, ഈ ഒരു രാഷ്ട്രീയ നെറികേട് ഇതൊരു രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണ്. ഇത് BJP എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടോ? BJP വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര സ്ഥലത്ത് ഈ പറയുന്ന കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അധികാരം പോകും എന്നിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഞങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ചെയ്യില്ല. കാരണം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്. ആ ഒരു നെറുകേടിന്റെ രാഷ്ട്രീയം ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഒട്ടാകെ വലിയ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങും. ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ ഈ രാഷ്ട്രീയത്തെ ഞങ്ങൾ പൊളിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം. പത്തനംതിട്ടയിൽ തന്നെയാണ് CPI-യുമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വലതിനെ പിന്തുണയ്ക്കുന്ന CPI ഇപ്പോ അവർ പരസ്പരം ഇടതും വലതും ഒന്നിക്കുന്നു. ഇത് ഈ മാവോയിസ്റ്റുകാർക്ക് രാഷ്ട്രീയ പാർട്ടി അവർ ഇലക്ഷൻ മത്സരിക്കാത്തതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിലും മാവോയിസ്റ്റുമായിട്ടും കൈകോർക്കാൻ അവർക്ക് യാതൊരു മടിയും കാണത്തില്ല. ISIS എങ്ങാനും കേരളത്തിൽ വന്ന് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയാൽ അവരുമായിട്ടും കൈകോർക്കാൻ ഇവർക്കാർക്കും മടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് SDP എന്നല്ല, ഏത് വർഗീയ ശക്തികളുടെ ഒപ്പം കൈകോർക്കാൻ അവർക്ക് മടിയില്ല, ആരുമായിട്ടും കൈകോർക്കാൻ അവർക്ക് മടിയില്ല. എന്നിട്ട് BJPയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് BJPക്ക് ഇതൊന്നും
എന്താ പറയുന്നത് BJP-യുടെ രാഷ്ട്രീയത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് വർഗീയവാദി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ട് ഇവർ മുമ്പോട്ട് പോകാൻ അവർ ശ്രമിക്കും. പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അവർക്ക് അധികാര കസേരയിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് ആരുമായിട്ടും കൈകോർക്കുന്ന അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത് നാരങ്ങാനം മാത്രമല്ല, നേരത്തെ ഇപ്പം ഇത് കോട്ടാങ്കലിന്റെ ആണെന്ന് തോന്നുന്നു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കും. പ്രളയവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ പാളി എന്നതടക്കമുള്ള കാര്യങ്ങൾ. രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല ഈ ഘട്ടത്തിൽ, എങ്കിൽ പോലും അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ശരിയാണ്, രാഷ്ട്രീയം പറയാൻ പാടില്ല ഈ സമയത്ത്. എന്നിരുന്നാൽ പോലും രണ്ട് വലിയ പ്രധാനപ്പെട്ട ഒരു വസ്തുതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പ്രളയങ്ങൾ ആവർത്തിക്കുന്നു? പത്തനംതിട്ടയിൽ 2018 ശേഷം 26 എന്ന് പറഞ്ഞാൽ 8 വർഷം കഴിഞ്ഞു. ഈ 8 വർഷത്തിനുള്ളിൽ നമ്മൾ പാഠങ്ങൾ പഠിച്ചില്ലേ? ഈ ഇപ്പൊ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ കയറിയതേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു പ്രളയം വരാം എന്നുള്ളൊരു മുന്നൊരുക്കം, ഒരു കരുതൽ അവർ എന്തുകൊണ്ട് ചെയ്തില്ല? പ്രളയം വന്നു, ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി പോയി, ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചില്ല. ഇത് പറയുന്ന മുട്ടാപ്പോക്കാണ്. കോൺഗ്രസ് സർക്കാരിന് കൃത്യമായിട്ടുള്ള ഇവിടെ കഴിഞ്ഞ 8 വർഷമായിട്ടുള്ള സ്ഥിതി വിവരങ്ങളെല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. എന്തുകൊണ്ട് അവര് അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ദുരന്തം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നദികളുടെ ആഴം കൂട്ടാൻ അടക്കമുള്ള, നദികളെ സംരക്ഷിക്കാൻ അടക്കമുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസോ ഇടതുപക്ഷമോ കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായി യാതൊന്നും ചെയ്തില്ല? എന്തുകൊണ്ട് ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് അവർ മുതിർന്നിട്ടില്ല? എന്തിന്? ഞങ്ങൾ വരുന്ന ദിവസങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പല മാനദണ്ഡങ്ങളും ഇവർ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, സെൻട്രൽ വാട്ടർ കമ്മീഷനുമായി ഒത്തുചേർന്നിരുന്ന് കൃത്യമായ ഒരു പ്ലാനിങ് നടത്താൻ പോലും ഇവർ മുതിർന്നിട്ടില്ല കഴിഞ്ഞ 8 വർഷമായിട്ട്. അതുകൊണ്ട് വ്യക്തമാണ് ഇനിയും വരുന്ന നാളുകളിൽ ഇതേപോലുള്ള ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാവാം. അതുകൊണ്ട് ഇനിയെങ്കിലും കൃത്യമായ ഒരു പ്ലാനിങ്ങുമായിട്ട് ഇവർ മുമ്പോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇപ്പൊ ഈ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തികൾക്ക് അവരുടെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഒന്നിൽ തുടങ്ങണം അവരുടെ ജീവിതം. അതുപോലും അവർക്കൊന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ പാഠങ്ങൾ പഠിച്ചില്ല? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പലയിടത്തും കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി ആളുകളെ പങ്കെടുപ്പിക്കാതെയാണ് ഈ അവലോകന യോഗങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. BJP-ക്ക് മറ്റൊരു പരാതിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ അവര് സർവകക്ഷി യോഗം കൂടിയിട്ടില്ല. സർവകക്ഷി യോഗം കൂടാതെയാണ് അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഞങ്ങൾ ആ രാഷ്ട്രീയം ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഇന്ന് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒത്തിരി ദുരിതാശ്വാസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ്. ഞങ്ങളത് സർക്കാരുമായിട്ട് ചേർന്നല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ കൊണ്ട് സർക്കാരിനല്ലേ കൈമാറുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള രാഷ്ട്രീയം കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ രാഷ്ട്രീയം കാണിക്കുന്നത്? അവര് മുഖ്യമന്ത്രി വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അവരുടെ മറ്റു മന്ത്രിമാർ, ഇന്നും മന്ത്രിമാർ അവിടെ തിരുവല്ല സന്ദർശിക്കുന്നുണ്ട്. ഇവിടെ ആറന്മുള വന്നിരുന്നു, റാന്നിയിൽ വന്നിരുന്നു. അവര് BJP-യോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒന്നും അടുപ്പിക്കുന്നില്ല. ഞങ്ങൾ മതി, ഞങ്ങൾ മാത്രം കൊണ്ട് ചെയ്യും. പക്ഷെ അവർ കരുതേണ്ടത് ഈ സമയത്ത് രാഷ്ട്രീയമല്ല, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട സമയമാണ്. എല്ലാവരെയും ഒരുമിച്ച് നിർത്താനാണ് ശ്രമിക്കേണ്ടത്. ഒരു കാര്യം, ഈ ആറന്മുളയിലാണ് ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ചത് പ്രദേശം. ഇവിടെ തന്നെയാണ് ഈ ആറന്മുള വിമാനത്താവളത്തിന്റെ ചർച്ചകൾ അടുത്തിടെ സജീവമായിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ട് ഉള്ള വിമാനത്താവള പദ്ധതിക്കെതിരെ BJP അടക്കമുള്ള കക്ഷികൾ ചെയ്ത സമരം അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഒന്ന്, കേരളത്തിൽ എവിടെയുമാണെങ്കിലും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ പ്രകൃതിയെ ഉപദ്രവിച്ചുകൊണ്ട് ആളുകളുടെ ജീവിതം ഈ പറഞ്ഞ പോലെ ദുരിതത്തിലാക്കിക്കൊണ്ടുള്ള വികസനങ്ങൾ അത് പാടില്ല. വളരെ എക്കണോമിക്കലി ഫ്രജൈൽ ആയിട്ടുള്ള ഒരു നാടാണ് പത്തനംതിട്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു വികസനത്തിന് ഞങ്ങൾ എതിരാണ്. വികസനം BJP-യുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആളുകൾ ഈ പറഞ്ഞ പോലെ ദുരിതത്തിലാക്കിക്കൊണ്ടുള്ള ആയിരിക്കരുത് വികസനം. അതുകൊണ്ട് വളരെ എക്കണോമിക്കൽ ഫ്രജൈൽ ആയിട്ടുള്ള സ്ഥലത്താണ് ഈ എയർപോർട്ടിന്റെ പ്രപ്പോസൽ വന്നത്. അതുകൊണ്ടാണ് അന്ന് BJP നിലപാടെടുത്തത്. ശ്രീ കുമ്മനം രാജശേഖരന്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. ആ നിലപാട് തന്നെയാണ് BJP ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ.